ദളിത് വിഭാഗത്തിൻ്റെ പ്രൊട്ടക്ഷൻ എന്ന് പറഞ്ഞ ഒരു സാഹചര്യം ഒരു കാലഘട്ടത്തിൽ ഞാൻ ഓർമ്മിക്കുന്നുണ്ട്. പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൻ്റെ വകുപ്പിൻ്റെ ചുമതല കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിരുന്ന ശ്രീമാൻ കെ കരുണാകരൻ ഏറ്റെടുത്ത് നടത്തിക്കൊണ്ടിരുന്നൊരു കാലമുണ്ടായിരുന്നു. അതിനുശേഷം ഇങ്ങോട്ട് കോൺഗ്രസിൻ്റെ ഭരണകൂടത്തിൽ ഒരു അവസരത്തിൽ പോലും പട്ടികജാതി പട്ടികവർഗ ദളിത് വിഭാഗങ്ങളുടെ സംരക്ഷണത്തിന് വേണ്ടി ഉള്ള ഒരു നടപടികളും ഉണ്ടായിട്ടില്ല എന്ന് മാത്രമല്ല, അതിൻ്റെ 10 മടങ്ങ് സംരക്ഷണമാണ് ഈ LDF ഗവൺമെൻറ്റിൻ്റെ കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുള്ളത്. ഇപ്പോൾ ഏത് വിഭാഗത്തിലെടുത്ത് നോക്കിയാലും നമുക്ക് കാണാൻ കഴിയുന്നൊരു വിഷയം, കേരളത്തിലെ LDFൻ്റെ MLA-മാരുടെ പട്ടിക എടുത്ത് നോക്കിയാൽ ആ MLA-മാരിൽ ദളിത് വിഭാഗത്തിൻ്റെ നിയോജക മണ്ഡലങ്ങളിൽ നിന്ന് ചുറുചുറുക്കുള്ള ചുണക്കുട്ടികളായ ചെറുപ്പക്കാരാണ് ജയിച്ചു വരുന്നത്. എന്താണ് അതിന് കാരണം? ആ കാരണത്തിന് എന്താണ്? അവർക്ക് അവരുടെ പൂർവ്വകാല പ്രവർത്തനത്തിൻ്റെ പാരമ്പര്യം കൊണ്ടല്ല, മറിച്ച് അവിടുത്തെ ദളിത് ജനവിഭാഗം മനസ്സിലാക്കുന്നു, ഈ സംവിധാനമാണ്, ഈ രാഷ്ട്രീയ സംവിധാനമാണ് ഞങ്ങൾക്ക് കിടപ്പാടം നൽകിയത്, ഞങ്ങൾക്ക് വീട്ടിലേക്ക് വിദ്യുച്ഛക്തി നൽകിയത്, ഞങ്ങൾക്ക് വീട് നൽകിയത്, ഞങ്ങളുടെ കുട്ടികൾക്ക് സ്കോളർഷിപ്പോടുകൂടി പഠിക്കാൻ അവസരം നൽകിയത്, ഞങ്ങളെ എല്ലാ തരത്തിലും ഒത്തുപിടിച്ച് ഒക്കത്ത് കൊണ്ടുപോയി നടത്തിയ ഒരു ഭരണമാണ് ശ്രീ പിണറായി വിജയൻ്റെ 10 വർഷത്തെ ഭരണം എന്ന് അവർക്ക് നേരിട്ട് ബോധ്യമുള്ളത് കൊണ്ടാണ് ഈ കാര്യത്തിൽ ഒരു തരത്തിലുമുള്ള സമീപന വ്യത്യാസമില്ലാതെ ഇടതുപക്ഷ ജനാധിപത്യ സഖ്യത്തിന് ഈ ദളിത് വിഭാഗത്തിനെ കൂടെ കൊണ്ടുപോകാൻ കഴിയുന്നത്. അതിൽ ഒരു സംഭവമെങ്കിലും എടുത്തു പറയാൻ കോൺഗ്രസിനോ UDFനോ കഴിയുമോ? UDFനും കോൺഗ്രസിനും ഒരു കാലഘട്ടത്തിലും അത് കഴിയുന്നില്ല. കാരണം ഇന്നതാണ് ഞങ്ങളുടെ ഒരു മാഗ്ന കാർട്ട പോലെ ഞങ്ങൾ ദളിത് വിഭാഗത്തിനായി പ്രത്യേകമായി ചെയ്തു കൊടുത്തിരിക്കുന്നത് എന്ന് പറയാൻ ഒരവസരത്തിലും, ഈ അടുത്ത കാലത്ത് 2011 മുതൽ 16 വരെയുള്ള കാലഘട്ടത്തിൽ ശ്രീ ഉമ്മൻചാണ്ടിയുടെ ഗവൺമെൻറ്റാണല്ലോ അന്ന് ആ വകുപ്പിൻ്റെ ചുമതല വഹിച്ചത്. അദ്ദേഹം ഇന്നും മത്സരിക്കാൻ തയ്യാറാകുന്ന വണ്ടൂരിലെ AP അനിൽകുമാറാണല്ലോ. പറയട്ടെ, അദ്ദേഹം ഈ രാജ്യത്തെ ജനവിഭാഗത്തിന് പ്രത്യേകമായി അവരാഗ്രഹിക്കുന്ന, അവരാവശ്യപ്പെടുന്ന, അവരെ സമൂഹത്തിൻ്റെ അടിത്തട്ടിൽ നിന്നും മുന്നോട്ടേക്ക് ഉയർത്തിക്കൊണ്ടുവരുന്നതിന് ആവശ്യമായ അവർക്ക് നയപരമായ, രാഷ്ട്രീയമായ, സാമ്പത്തികമായ നയപരിപാടികൾ ആവിഷ്കരിച്ച് കൊടുത്തിരിക്കുന്നു എന്ന് അദ്ദേഹത്തിന് പറയാൻ കഴിയില്ല. അതുകൊണ്ട് ദളിത് വിഭാഗത്തെ സംബന്ധിച്ചിടത്തോളമുള്ള സംരക്ഷണം കിട്ടുന്നത് എപ്പോഴും താഴെത്തട്ടിലുള്ള ആളുകളെ, അതിദരിദ്രരെ ഇല്ലാതാക്കിയ, ദാരിദ്ര്യം തുടച്ചു നീക്കാൻ പരിശ്രമിക്കുമെന്ന് പ്രതിജ്ഞ പുതുക്കിക്കൊണ്ട് 2026 തെരഞ്ഞെടുപ്പിലേക്ക് മുന്നോട്ട് പോകാൻ ശ്രമിക്കുന്ന ഈ ഭരണകൂടത്തിൻ്റെ ഒരു തുടർച്ചയ്ക്ക് വേണ്ടിയുള്ള പോരാട്ടത്തിൽ ദളിത് വിഭാഗത്തിൽപ്പെട്ട പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട ജനങ്ങളായിരിക്കും മുൻപന്തിയിൽ നിൽക്കുക എന്നത് UDF ഓർമ്മിക്കുന്നത് നന്നായിരിക്കുമെന്നാണ് എൻ്റെ പക്ഷം. ഒരു കാര്യം കൂടി ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. നമ്മുടെ കേരളത്തിൽ മാത്രമല്ല ഇപ്പോൾ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. കേരളത്തിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നതോടൊപ്പം തന്നെ മറ്റ് 4 സംസ്ഥാനങ്ങളിലും കൂടെ, പശ്ചിമ ബംഗാൾ, ആസാം, തമിഴ്നാട്, അതുപോലെ തന്നെ ഛത്തീസ്ഗഡ്, അല്ല അത് ഒരു സംസ്ഥാനം കൂടിയുണ്ട്. അങ്ങനെ 5 സംസ്ഥാനങ്ങളിൽ തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. ശ്രീ IG ഇപ്പോൾ ഇവിടെ പറഞ്ഞല്ലോ, BJPയെ എതിർക്കാൻ ഇന്ത്യ രാജ്യത്ത് മുന്നിട്ട് നിൽക്കുന്ന ഏറ്റവും പ്രബലമായി പ്രവർത്തിക്കുന്ന ഒരു പാർട്ടി കോൺഗ്രസ് പാർട്ടിയാണെങ്കിൽ എവിടെയാണ് കോൺഗ്രസ് പാർട്ടിയുടെ പ്രവർത്തനം ഈ മറ്റ് സംസ്ഥാനങ്ങളിലുള്ളത്? നമുക്ക് തമിഴ്നാട്ടിൽ കാണുന്നില്ല, പശ്ചിമ ബംഗാളിൽ കാണുന്നില്ല, ആസാമിൽ കാണുന്നില്ല, പോണ്ടിച്ചേരിയിൽ ഒരിക്കൽ അവർക്ക് വഴങ്ങിക്കൊടുത്തിരിക്കുന്നു. കേരളത്തിൽ വന്ന് ഇന്ത്യ രാജ്യത്തെ കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ മുഴുവൻ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ ഏതെങ്കിലും തരത്തിൽ ഈ ഇന്ത്യ മുന്നണിക്ക് ഭൂരിപക്ഷം ഉണ്ടാകുന്ന സാഹചര്യം വരുമ്പോൾ കോൺഗ്രസ് നേതൃത്വത്തിൽ വരുന്ന ഗവൺമെൻറ്റിന് കൈപൊന്തിക്കുന്ന ഒരു രാഷ്ട്രീയ സംവിധാനത്തെ കേരളത്തിൻ്റെ മണ്ണിൽ അടിച്ച് തകർക്കുവാൻ വേണ്ടി ഇന്ത്യ രാജ്യത്തെ മുഴുവൻ നേതാക്കന്മാരും ഇങ്ങ് കേരളത്തിലേക്ക് വന്നിരിക്കുകയാണ്. കേരളത്തിൽ BJP ഒരു ഫൈറ്റിംഗ് ഫോഴ്സ് അല്ല. ഇവിടുത്തെ ഫൈറ്റിംഗ് ഫോഴ്സ് UDFും LDFുമാണ്. ആ LDFിനെ തകർക്കുന്നതിന് വേണ്ടി നേരെ മറിച്ച് അവർ ചെയ്യേണ്ടിയിരിക്കുന്നത്, കോൺഗ്രസ് ചെയ്യേണ്ടിയിരിക്കുന്നത്, ഈ നാട്ടിൽ BJPയുടെ ഭരണകൂടത്തിന് പിന്തുണ കിട്ടാൻ സാധ്യതയുള്ള സംസ്ഥാനങ്ങളിൽ കേന്ദ്രീകരിക്കേണ്ടതാണ്.
ആ കേന്ദ്രീകരണത്തിന് എന്തുകൊണ്ട് കോൺഗ്രസ് നേതൃത്വം തയ്യാറാകുന്നില്ല എന്നീ രാജ്യത്തെ ജനങ്ങളോട് പറയണം. അതാണ് പശ്ചിമ ബംഗാളിൽ കാണേണ്ടത്, അതാണ് പോണ്ടിച്ചേരി കാണേണ്ടത്, അതാണ് ആസാമിൽ നമുക്ക് കാണേണ്ടത്. അവിടെയൊക്കെ നിൽക്കുന്നത് പഴയകാല കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ ഒന്നുകിൽ BJPയിൽ അല്ലെങ്കിൽ കോൺഗ്രസ് വിരുദ്ധ ചേരിയിൽ. ആ വസ്തുത മനസ്സിലാക്കിക്കൊണ്ട് വേണം കേരളത്തിലെ കോൺഗ്രസ് ഇടത് ജനാധിപത്യ മുന്നണിക്കെതിരായ പോരാട്ടത്തിന് മൂർച്ച കൂട്ടാൻ. അത് കനകോരുവിനെ കൊണ്ട് കഴിയില്ല. കേരളത്തിലെ നേതാക്കന്മാരുടെ മസ്തിഷ്കത്തിലെ ചിന്ത കൊണ്ട് മാത്രമേ കഴിയൂ എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്.